മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാറിനെ തിരിച്ചറിയൽ രേഖയായി ഉൾപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ ഒരു ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാറിനെ തിരിച്ചറിയൽ രേഖയായി ഉൾപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെയുള്ള 11 തിരിച്ചറിയൽ രേഖയ്ക്ക് പുറമെ ആധാറിനെയും തിരിച്ചറിയൽ രേഖയെ പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ആധാർ പൗരത്വ രേഖയെ കണക്കാക്കാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. നേരത്തെ ആ തിരിച്ചറിയൽ രേഖയായി ആധാറിനെ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പക്ഷേ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ പാലിക്കുന്നില്ല എന്നൊരു കാര്യം ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് RJD അടക്കമുള്ള പാർട്ടികൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. തുടർന്നാണ് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞൊരു കാര്യം, ഈ ആധാർ രേഖയെ പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുന്നു എന്നൊരു കാര്യം കൂടി ഈ പ്രതിപക്ഷ പാർട്ടികൾ RJD അടക്കമുള്ള പാർട്ടികൾ അങ്ങനെ ആ രീതിയിൽ നൽകുന്നു എന്നൊരു കാര്യം കൂടി കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് 12ാമത്തെ തിരിച്ചറിയൽ രേഖയായി ആധാർ കൂടി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കുന്ന ആധാറിൻ്റെ ആധികാരികത കമ്മീഷന് പരിഗണിക്കാം അല്ലെങ്കിൽ പരിശോധിക്കാമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ രാജ്യത്തെ പൗരന്മാർക്ക് തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ അവകാശമുണ്ട്. അത് വ്യാജമായി പൗരത്വം അവകാശപ്പെടുന്നവർക്ക് വോട്ടർ പട്ടികയിൽ തുടരാൻ അവകാശമില്ലെന്നും സുപ്രീം കോടതി വാക്കാൽ പരാമർശിച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന വിവരം. എന്തായാലും 12ാമത്തെ തിരിച്ചറിയൽ രേഖയായി ആധാർ കൂടി പരിഗണിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. RJD അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ നേരത്തെ സുപ്രീം കോടതി ഇത് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു, ആധാറിനെ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ആ രേഖയെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുന്നു എന്നൊരു ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിർണായകമായൊരു ഇടക്കാല ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട 12ാമത്തെ രേഖയായി ആധാർ പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പൗരത്വ രേഖയായി ആധാറിനെ കണക്കാക്കാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ശരി, ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീം കോടതി ആധാർ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി. എന്നാൽ ആധാർ 12ാമത്തെ രേഖയായി പരിഗണിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ആധാർ പൗരത്വ രേഖയല്ലെന്നും കോടതി അറിയിച്ചു. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.